മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ ഇന്നത്തെ അതിഥി വളരെ സുപരിചിതനായ ഋഷായ് സിംഗ് IPS ആണ്. കേരളത്തിൻ്റെ ADGP, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസർ, കേരളത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയുള്ള പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്ന ശ്രീ ഋഷായ് സിംഗ് ഇവിടെ തൻ്റെ ഔദ്യോഗിക ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നു. കേരളത്തെക്കുറിച്ച്, തൻ്റെ കരിയറിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഇവിടെ മനസ്സ് തുറക്കുന്നു. ശ്രീ ഋഷായ് സിംഗിന് സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഋഷായ് സിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ ഒരു അത്ഭുതവും ആശ്ചര്യവും സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് താങ്കളെ ജനങ്ങൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ റോഡിൻ്റെ കാര്യത്തിലായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിലായാലും മോഹൻലാലിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങളല്ല റിയൽ സൂപ്പർ സ്റ്റാർ, ഋഷായ് സിംഗ് ആണ് സൂപ്പർ സ്റ്റാർ. താങ്കൾ വിജിലൻസിൽ എത്തിയിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ. എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയ്യാൻ പോകുന്നത്? എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. നാട്ടുകാർ ഞാൻ ഇരിക്കുന്ന നേരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ എന്തോ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാർ അത് അനുമോദിക്കുന്നു. എനിക്ക് നാട്ടുകാരോട് നന്ദിയുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് മാത്രമല്ല, അതിന് മുമ്പും നമ്മൾ പല സ്ഥലം SP ആയിട്ടും കമ്മീഷണറായിട്ടും ഇരിക്കുമ്പോൾ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിനൊരു അഭിനന്ദനം എപ്പോഴും നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വടക്കും സെൻട്രൽ കേരളയും തെക്ക് എല്ലാ സ്ഥലങ്ങളിലും. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് ഞാൻ നേരത്തെയും ഫെബ്രുവരി 2005 മുതൽ ഒക്ടോബർ 2006 വരെ ഞാൻ അവിടുന്ന് ഇവിടെ ഈ CBO ആയിട്ട് ജോലി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേയും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ശ്രീമാൻ ആര്യാടൻ മുഹമ്മദ് സർ ആയിരുന്നു അന്നേയും. ഇന്നയും ഇവിടെ വരുമ്പോൾ അദ്ദേഹവും തന്നെയാണ് നമ്മുടെ ഈ വകുപ്പിൻ്റെ തലവനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും പിന്നെ ഗവൺമെൻറ്റിനും ഒരു താല്പര്യമുണ്ടായിരുന്നു ഈ വൈദ്യുതി മോഷണം നമ്മൾ കുറക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ നിർഭയ പ്രോജക്റ്റിൽ ഒരു ADGP ആയിട്ട് ഇരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ എന്നെ ചോദിച്ചു, ഞാൻ വരാൻ വില്ലിങ് ആണോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വില്ലിങ്നെസ് തന്നു. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളോട് ക്ഷണിക്കുമ്പോൾ അതൊരു അവിടെ പോയി നമ്മുടെ കഴിവനുസരിച്ച് ജോലി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാനവിടെ വന്നു. അപ്പോൾ 3-4 കാര്യങ്ങളാണ് നമുക്ക് ഉടനെ ചെയ്യാറുള്ളത്. ഒന്ന്, മോഷണങ്ങൾ എത്രയും കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കുക. പിഴ കൊണ്ട് ബോർഡിൽ നിന്ന് കുറച്ച് പൈസ അവിടെ നിന്ന് എടുക്കുക, ബോർഡിനെ കുറിച്ച് ലാഭമുണ്ടാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ ഡ്യൂട്ടികൾ 3 തരത്തിലുള്ള ഡ്യൂട്ടിയാണ്. ഒന്ന്, മോഷണം ഒരു CBO ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് ഒരു ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് എല്ലാ ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും നോക്കി ഒരു മോഷണങ്ങൾ പിടിക്കുക എന്നാണ്. രണ്ടാമത്തേതാണ് മുഴുവൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അങ്ങ് തിരുവനന്തപുരം കാസർഗോഡ് വരെ എല്ലാ ജോലിക്കാർ അവരായിട്ട് എന്തെങ്കിലും ഒരു അഴിമതിനെ സംബന്ധിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ പതിൻ്റെ ദുരുപയോഗത്തിനെ സംബന്ധിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എല്ലാ പരാതികളും എൻ്റെ അടുത്ത് വരും. അത് നോക്കാൻ വേണ്ടി ഒരു SP, 2 DYSP, 3 CI, കുറേ SIമാർ, പോലീസ് ഓഫീസേഴ്സ് എൻ്റെ കീഴിലുണ്ട്. ഇവിടെ അവരെ ഞാൻ ആ സ്ഥലത്തിലേക്ക് അയക്കുക, അന്വേഷിക്കുക. അവരായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുകയാണെങ്കിൽ അതാത് ഓഫീസിലേക്ക് അവരായിട്ട് റിപ്പോർട്ട് അയക്കുക, നടപടിയെടുക്കുക. മൂന്നാമത്തേതുള്ളത് ഒരു ടെക്നിക്കൽ വിജിലൻസ് ടീമും എൻ്റെ കീഴിലുമുണ്ട്. അതായത് ഈ ഡാമുകൾ സംബന്ധിച്ചുള്ള നിർമ്മാണം, എന്തെങ്കിലും കനാലുകളോ എന്തെങ്കിലും ഈ ടണലുകളോ വേറെ ഏത് തരത്തിലുള്ള ഈ നിർമ്മാണ കാര്യം ഇവിടെ നടന്നതാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും അഴിമതിയോ വല്ലതും നടന്നതാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ആ ഒരു പരാതി
തരാൻ തയ്യാറാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് അന്വേഷിക്കുക. അതിനെ സംബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന എല്ലാം എഞ്ചിനീയർമാരാണ്. ദേ ആർ ഓൾ ടെക്നിക്കലി ക്വാളിഫൈഡ് പീപ്പിൾ. അവരെ അയക്കുക. അവരെ അയച്ചിട്ട് പിന്നെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ നടപടി എടുക്കുക. ഇതാണ്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത്. താങ്കൾ ഓരോ വിഭാഗത്തിലായിരിക്കും. ഉദാഹരണത്തിന് നേരത്തെ പോലീസ് ഇതിലായിരുന്ന സമയത്ത് ഈ കൈലി മുണ്ടെടുത്ത് തലയിൽ കെട്ടി ഒരു എന്താ പറയുക ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തി ഈ ഹൈവേയിലൊക്കെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ അടക്കം പിടിച്ച ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എടുക്കുന്നതിൻ്റെ? ഇത് ഹോർബിസ് തരംഗൻസ് ഒരു DG ആയ സമയത്തിൽ അന്ന് ഞാൻ IG AP പോലീസ് AP ബറ്റാലിയൻ ആയിരുന്നു. അന്ന് അന്ന് ഈ ട്രാഫിക് പ്ലാനിങ്ങിൻ്റെ ഒരു ചാർജും IGP AP ബറ്റാലിയൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈവേ പെട്രോളിൻ്റെ മുഴുവൻ ചുമതലയും ദൗത്യവും IGP ട്രാഫിക്കിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഒരുപാട് പരാതികൾ വരുമ്പോൾ ഹോർബിസ് തരംഗൻ സാർ എന്നോട് പറഞ്ഞു, നിങ്ങളതൊന്ന് പോയി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമ്മുടെ വണ്ടിയിലൊക്കെ ചുവപ്പ് ലൈറ്റോ ഇല്ലെങ്കിൽ നീല ലൈറ്റ് വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ പോയി നോക്കിയാൽ അതിനൊരു പ്രസക്തിയൊന്നും ഉണ്ടാവില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം പിന്നെ അവരെല്ലാം ജാഗ്രതയോടുകൂടി ഡ്യൂട്ടി നോക്കും. പിന്നെ പരാതി നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ വാഹനങ്ങളിൽ, നമ്മുടെ സർക്കാർ വാഹനമില്ലാത്ത പ്രൈവറ്റ് വാഹനങ്ങളിൽ അവിടെ ഇരുന്നിട്ട് അവർക്ക് ഡ്രൈവറോ ഇല്ലെങ്കിൽ ഈ കലാശിൻ്റെ കൂടെ ഒക്കെ വന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് സൂചന കിട്ടുമായിരിക്കാം. അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു 5-6 പ്രാവശ്യം ഇങ്ങനെ ആ രീതിയിൽ പോയി നോക്കുമ്പോൾ നമുക്ക് നേരിട്ട് ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ കാണേണ്ടി വന്നു. ഞാൻ DGP റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേർക്ക് നടപടി എടുത്തു. ദാറ്റ് മെയ്ഡ് എ സിഗ്നൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ തെറ്റ് ചെയ്താൽ ആ ഒരു മെസ്സേജ് വന്നല്ലോ. അതെ, അത് മാത്രം ചെയ്താൽ പിന്നെ അവരെല്ലാം പിന്നെ അത് ചെയ്യാതെ ഇരിക്കും. അത്രേ ഉള്ളൂ. റോഡിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ 30 കോടി ജനം ഉണ്ടെങ്കിൽ അത്രയും വാഹനമുണ്ട്. ജപ്പാനിൽ 10 കോടി ജനം ഉണ്ടെങ്കിൽ 11 കോടി വാഹനമുണ്ട്. പക്ഷെ അവിടെയൊക്കെ നടക്കുന്നത് വളരെ കുറച്ച് അപകടങ്ങളും ഇന്ത്യയിൽ അതിൻ്റെയൊക്കെ ഒരുപാട് ഇരട്ടി നടക്കുന്നു. അപ്പോൾ അത് ആ ഒരു ഇതിൽ നിന്നാണോ ഈ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കാനുള്ളൊരു ഇതുണ്ടായത്? നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ കേരള സംസ്ഥാനമായാലും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളായാലും നമ്മൾ ഈ റോഡിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒന്നും ശ്രദ്ധിക്കലില്ല. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ മിഡ് ട്രെയിനിങ് കരിയർ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അമേരിക്ക പോയിരുന്നു. ഞങ്ങളുടെ 15 ദിവസത്തിൻ്റെ ട്രെയിനിങ് അമേരിക്കയിലുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലെ പറ്റില്ല. അമേരിക്കയുടെ ചില രാജ്യങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർ ട്രാഫിക് താഴെ ഹൈവേയിലെ ട്രാഫിക് അവർ നിയന്ത്രിക്കുന്നത് ക്യാമറ ഒക്കെ ഇപ്പോൾ പഴയതായിപ്പോയി. ആ സംവിധാനം ഇപ്പോൾ അമേരിക്കയിൽ പഴയതായിപ്പോയി. ഒരു ഹെലികോപ്റ്റർ വഴിയും ഒരു പ്ലെയിൻ വഴിയാണ് ഇപ്പോൾ അവർ ട്രാഫിക് താഴെ പോകുന്ന ട്രാഫിക് അവിടെ നിയന്ത്രിക്കുന്നത്. ഇത് ഞാൻ തന്നെ കണ്ടതാണ്. ഒരു ബോർഡ് വന്നു, യു ആർ അണ്ടർ എയർ സർവിലൻസ്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് റോഡ് മാർഗം ഞാൻ ഒരു 3000 കിലോമീറ്റർ റോഡ് മാർഗം ഇവിടെ പോയിരുന്നു. നമ്മുടെ അറ്റ്ലാന്റ 3000 കിലോമീറ്റേഴ്സാണ്. ഒരു 1500 കിലോമീറ്ററാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബോർഡ് വരുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ ചോദിച്ചു, ഇതെന്തോ യു ആർ അണ്ടർ എയർ സർവിലൻസ്, മനസ്സിലായില്ലല്ലോ. നമ്മുടെ ഈ നാഷണൽ അവരുടെ സ്റ്റേറ്റ് ഹൈവേ പറയും. അവർ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 95 ആണ്. 95 ആ മുഴുവൻ ഹൈവേൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് ഇട്ടു അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ എയർക്രാഫ്റ്റ് എവിടെയാണ് സഞ്ചരിക്കുന്നത് അവിടെ അവർ ബോർഡ് വെച്ചിരിക്കുകയാണ്. അവരത് നമ്മുടെ അറിയാത്ത അവരത് ചെയ്യാനില്ല. നൗ യു ആർ അണ്ടർ എയർ സർവിലൻസ്. ദേ ആർ നൗ ലുക്കിംഗ് ആഫ്റ്റർ. അവർ ഇപ്പോൾ താഴെ ഈ നാഷണൽ ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾ അവർ തെറ്റായിട്ട് പോവുകയാണോ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പോവുകയാണോ അതോ അവർ ഒരു എയറോപ്ലെയിൻ വഴിയാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത്. അല്ല, അതിന് ഉള്ളിലുള്ളത് കാണാൻ പറ്റുമോ? ഇല്ല, അവർക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ. അവരെല്ലാം ഈ നമ്മുടെ പുതിയ അവർക്ക് ഏത് സ്പീഡ് എത്രയാണ്, ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കൂടുതലാണോ കുറവാണോ
അതും അവർക്ക് ഈ എയർപ്ലെയിൻ വഴി അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് സ്പീഡ് കൺട്രോൾ മാത്രമാണോ അല്ലെങ്കിൽ ഈ പല വാഹനങ്ങളിൽ കാര്യങ്ങളും ആംസ് ആൻഡ് അമ്യൂണിഷൻസ് തീവ്രവാദികൾ ഇതൊക്കെ കണ്ടുപിടിക്കും അങ്ങനെ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അമേരിക്ക നമ്മളെ ഇവിടെ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല, അമേരിക്കയിൽ ഇല്ല. അവിടെ ആംസൊക്കെ ഈ ആയുധങ്ങളൊക്കെ പ്രശ്നമേ ഇല്ല. കുട്ടികളുടെ ടോയകൾ കിട്ടുന്ന പോലെയാണ് അവിടെ ആംസൊക്കെ അവിടെ കിട്ടുന്നത്. അത് അവർക്ക് ഒരു വലിയ പ്രോബ്ലമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയിലും ഉണ്ട് പ്രോബ്ലംസ്, അവിടെ പ്രോബ്ലം ഇല്ലാത്ത അല്ല. അവിടെ ദേ ഹാവ് ഓൾസോ ദേ പ്രോബ്ലം. അവർ ഈ ഡ്രഗ്സിൻ്റെ വലിയ പ്രോബ്ലമുണ്ട്. അവർ തന്നെ പറഞ്ഞു ഡ്രഗിൻ്റെ ഏറ്റവും വലിയ ഓഫീസർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഫെയിലായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 2000 കിലോമീറ്ററിലുള്ള ബോർഡർ അവർക്ക് ഈ എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, മെക്സിക്കോ കൂടെയാണ്. അതും അവർക്ക് ആരും നിയന്ത്രിക്കാത്ത 2000 കിലോമീറ്റർ എങ്ങനെ കിടക്കുകയാണ്. അവർ പറഞ്ഞു അത് നോക്കാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ മതിലുണ്ടാക്കാൻ വേണ്ടിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഒന്നുമില്ല. അപ്പോൾ ആളുകളൊക്കെ ദിവസേന അവർ കണക്കിൽ പറയുന്നത് 300ഓളം ആൾ ദിവസേന അനധികൃതമായിട്ട് അമേരിക്കയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. 300 a day. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു മതിൽ ഞങ്ങൾ ഉണ്ടാക്കുക. ഞാനത് ചോദിച്ചു പോയി. ഞാൻ പറഞ്ഞു മതിൽ ഉണ്ടാക്കിക്കൂടെ? മതിലുണ്ടാക്കാൻ എൻ്റെ കാര്യം ഞങ്ങളുടെ 10